നമസ്കാരം. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ഞാൻ എന്താ വാർത്ത കൊടുക്കുന്നത്? ഞാൻ വാർത്ത കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വാർത്തകളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഞാൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോഴും ചാനൽ ചർച്ച കയറിയിട്ട് എങ്ങനെയാണ് യൂട്യൂബറിന് വാർത്ത കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങളാണ് അവർ വന്ന് ആ പറയുന്ന ചില ആളുകൾ വന്ന് സാറ്റലൈറ്റിൽ നിന്ന് വിളമ്പുന്നു എന്ന് ഞാൻ കാണുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട കാര്യം, താരസംഘടന അമ്മ എന്ന് പറയുന്ന ഒരു നല്ലൊരു സംഘടനയാണ്. ആ സംഘടനയ്ക്കെതിരെ ഉണ്ടായ ഈ പ്രശ്നത്തിൽ വളരെ ഖേദം എനിക്കുമുണ്ട്. കാരണം ഞാൻ ഇന്ന് വരെ അമ്മയെ മോശമാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ വലിയൊരു കാര്യത്തിലേക്ക് പോകുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നിർമ്മാതാക്കളുടെ ഓഫീസിൽ താരസംഘടനയുടെ ആളുകളുമായി മീറ്റിംഗ് നടത്തി എന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. നിർമ്മാതാക്കളുടെ ഓഫീസിൽ വെച്ച് താരസംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ മീറ്റിംഗിൽ പങ്കെടുത്തു. മറ്റ് ഇതര സംഘടനകൾ ആളുകളും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കിട്ടുന്ന വിവരം. അവിടെ വെച്ചുള്ള ഒരു തീരുമാനം, ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മറ്റ് സംഘടനകൾ താരസംഘടനകൾ ആവശ്യപ്പെട്ടു. താരസംഘടനയും അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തിരിക്കുന്നത്, ഇന്നു മുതൽ ഓരംഗങ്ങളും താരസംഘടന അമ്മയിലെ ഓരംഗങ്ങളും പരസ്യ പ്രതികരണത്തിൽ പോകാൻ പാടില്ല. അത് കൃത്യമായി അംഗങ്ങളെ അറിയിക്കണം. അത് നോട്ടീസ് മുഖേന അറിയിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇത്രേ ദിവസം ഇന്ന് വരെ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും കത്തയക്കും. ഇനി ഒരു പ്രതികരണവുമായി മുന്നോട്ട് പോകാൻ പാടില്ല. അത് ഓരോ ആളുകൾക്കും പ്രായഭേദ വ്യത്യാസമില്ല, എല്ലാവർക്കും നോട്ടീസ് അയക്കും. ഇനി ഒരു പ്രതികരണം നടത്താൻ പാടില്ല എന്ന് തന്നെ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ജനറൽ സെക്രട്ടറി എൻ്റെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ജനറൽ സെക്രട്ടറി അത് അയക്കുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രസിഡന്റ് അത് കൃത്യമായി തന്നെ കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്ന് തന്നെ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മമ്മൂക്കായും ലാലേട്ടനും ഇതിൽ ഇടപെടണമെന്നുള്ള ആവശ്യവും വന്നിട്ടുണ്ട്. അവരും ഇതിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റ് സംഘടനകൾക്കൊക്കെ നാണക്കേടുണ്ടാവുന്ന നിലയിലേക്കാണ് പരസ്യ പോരിലേക്ക് വന്നിരിക്കുന്നത്. അത് എല്ലാം ഇനി അത്തരം ഒരു പ്രതികരണം പാടില്ല എന്ന് പറയുന്നു. അതെല്ലാം ഇനി ഒരുമിച്ച് ടേബിളിന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് പോകണമെന്നാണ് മറ്റ് സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നിർമ്മാതാക്കളുടെ സംഘടനയിൽ പ്രധാനപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയാണ് മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അറിയിക്കുന്നത്. ആ തീരുമാനം ഉറപ്പിച്ച് നടത്താൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഒരു പരസ്യമായുള്ള പ്രതികരണം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ഇനി ജനറൽ ബോഡി അടുത്ത മാസം 21-ാം തീയതി നടക്കുന്ന ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാമെന്നുള്ള നിലയിലേക്ക് പോകുന്നു. പല ആളുകളും ഇതിൽ നിന്നും മാറാൻ സന്നദ്ധ കാണിച്ചിട്ടുണ്ട്. 27-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗം വെച്ചിട്ടുണ്ട്. അതിൽ ചില ആളുകൾ രാജിവെക്കുമെന്നുള്ള സൂചനയുമുണ്ട്. ചില എക്സിക്യൂട്ടീവ് മെമ്പർമാർ രാജിവെക്കാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി വന്നിരിക്കുന്ന ഈ പരസ്യ പോരിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് കളിക്കുന്നു, എന്നാൽ മറ്റൊരാൾ നല്ല പിള്ളയാകാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചത് ആരാണ് കൃത്യമായിട്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് താരസംഘടന അംഗങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇനി പരസ്യ പോര് പാടില്ല എന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്കും സിനിമാ മേഖലയിലുള്ളവരേക്കും അറിയിക്കുന്നത്.